ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ IKEA പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 4-5 ദിവസമായിട്ട് നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ പുതിയ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പൊന്നെടുക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കുറേ പുതിയ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് മക്കളുടെ ലഞ്ച് ബോക്സിലേക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുറേ വെജീസൊക്കെ കട്ട് ചെയ്തിട്ട് അതൊന്ന് വേവിക്കാനും വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ ഇച്ചിലു ബേബി വല്ലാതെ കരഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾ എണിക്കുമ്പോൾ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ പോയി എടുത്തിട്ട് വന്നിട്ട് കൗണ്ടർ ടോപ്പിൽ തന്നെ ആളെ ഇരുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ് പോലെ ഒരു വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്രീമി ആയിട്ടുള്ള ഒരു മഷ്റൂം ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് കളറിലുള്ള മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡർ ഇട്ടിട്ട് നമ്മുടെ മഷ്റൂംസൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. മഷ്റൂംസിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് കുറച്ച് പാലും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് തിക്കനായിട്ട് വരും. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് വേവിക്കാനായിട്ട് വെച്ച വെജിറ്റബിൾസൊക്കെ 75% കുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ട്, നല്ല ഫീസ് കുറവായിട്ട് മദ്രസയും ട്യൂഷനും ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഇഖ്റ ഓൺലൈൻ മദ്രസ എന്ന് പറഞ്ഞിട്ട് ഒരു മദ്രസയുണ്ട്. ഫീസ് വന്നിട്ട് വെറും 500 രൂപ മാത്രമേ ഉള്ളൂ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ക്ലാസ് എടുക്കുന്നത് സ്ത്രീകളാണ്. പിന്നെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ മദ്രസ പഠനം ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി നമ്മുടെ ലൈഫിന് ആവശ്യമായിട്ടുള്ള എല്ലാ ദിക്റുകളും ദുആകളും ദീനീ പഠനം ഒക്കെ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഖുർആൻ വായിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ അറിയാത്ത വലിയ ആൾക്കാരും ഉണ്ടാവില്ലേ, അവർക്കും ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. മദ്രസ മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ സ്കൂൾ ട്യൂഷന് വന്നിട്ട് 1 തൊട്ട് 7 വരെ ഓൾ സബ്ജക്ട്സിനും എടുക്കുന്നുണ്ട്. മലയാളം, ഹിന്ദി, മാത്സ്, അറബിക് അതുപോലെയുള്ള വിഷയങ്ങൾ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാവും. ഇനി സ്കൂളിലൊന്നും ചേരാതെ, അതായത് കുട്ടികൾ LKG UKG ഒക്കെ പഠിക്കാതെ വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, ഗൾഫ് കൺട്രീസിലൊക്കെ, അവർക്കൊക്കെ ആ സിലബസിൽ ക്ലാസ്സിൽ ചേരാനായിട്ട് പറ്റും കേട്ടോ. സ്കൂൾ ട്യൂഷനൊക്കെ എടുക്കുന്നത് മോണ്ടിസോറി ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലോ ഇതുപോലെ മദ്രസയോ അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സോ ഒക്കെ ചെറിയ ഫീസിൽ വേണമെന്നുണ്ടെങ്കിൽ മാസം 500 രൂപ മാത്രം കൊടുത്തുകൊണ്ട് നമുക്കതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഖുർആൻ വായിക്കാൻ അറിയാത്ത ആരെങ്കിലും വലിയവരുണ്ടെന്നുണ്ടെങ്കിൽ മടി കൂടാതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. കാരണം സ്ത്രീകളാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക കേട്ടോ. നല്ല ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. ഞാനത് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം 75% മാത്രം നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് വെന്ത് കിട്ടും കേട്ടോ. ചോറ് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ക്യാമറ ഓൺ ആക്കാത്തതുകൊണ്ട് എനിക്ക് ക്ലിപ്പ് കിട്ടിയില്ല കേട്ടോ. ഗാർലിക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൻസ്ഡ് ചിക്കൻ കൂടി ഇട്ടിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. മക്കൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിലും പച്ചക്കറികൾ ഇഷ്ടത്തോടെ വാങ്ങി കഴിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് കട്ടിക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ആ വെള്ളം ഒഴിച്ചത് വന്നിട്ട് നമ്മുടെ പച്ചക്കറി വേവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ.
അതിലേക്ക് 3 ചീസ് സ്ലൈസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ് മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും അടിപൊളിയായിരിക്കും, കഴിക്കാനും സൂപ്പർബായിരിക്കും കേട്ടോ. വലിയൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസിലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒരു തട്ടിക്കോട്ട് ഫ്രൈഡ് റൈസ് റെഡി ആവും കേട്ടോ. പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ദേ ഒരു 8:15 ആകുമ്പോഴേക്കും നമ്മുടെ റെസിപ്പീസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. 2 ഡിഷാണ് നമ്മൾ ഉണ്ടാക്കിയത്, ഒരു ചോറ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ പാക്കിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ടിഫിൻ ബോക്സ് എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവസാനം ദേ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാണ്. ഉണക്കമുളക് ചതച്ചതില്ലേ അതൊന്നും മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കില്ലേ ഇന്നൊരു കമൻറ്റ് വന്നു, എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മുടെ ഷോർട്ട് വീഡിയോയിലാണ് ഇത്താൻ്റെ ടിഫിൻ ബോക്സ് പോലെയാണ് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ കൊടുത്തിടാനായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. മക്കൾക്ക് ആ ഒരു സമീകൃത ആഹാരം എന്ന നിലക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്, അതിലുപരി എത്രയോ പോസിറ്റീവ്സും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മൾ ചെറിയ എഫേർട്ടൊന്നും അല്ല കേട്ടോ ഇതിനു വേണ്ടിയിട്ട് രാവിലെ തന്നെ എടുക്കുന്നത്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും എല്ലാവരും തന്നെ കേട്ടോ, ഞാനൊന്ന് മാത്രമല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. എനിവേ താങ്ക് യു ഡിയർ. പിന്നെ ഇതേ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പാക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു മഷ്റൂം ഗ്രേവി ഉണ്ടല്ലോ, നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കൂലേ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. ഏത് മഷ്റൂമിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് പശുവും പാലുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചാൽ മതി. പിന്നെ കോൺഫ്ലോർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത്യാവശ്യം തിക്കനായിട്ട് വരികയും ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റെസിപ്പീസൊക്കെ ഈസി അല്ലേ. നമ്മൾ മറ്റേതൊക്കെ പോലെ ഒരുപാട് ബുദ്ധിമുട്ടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷെ ഒന്നിച്ച് കുറേ ചെയ്യുമ്പോൾ നമുക്ക് പാടാണ്, പക്ഷെ ഓരോന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല, ആ ഡോക്ടർ പറഞ്ഞ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ ഡോക്ടറാണ് പറഞ്ഞത് ഭയങ്കര ഈസിയാണ് കേട്ടോ താൻ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ആക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒപ്പം തന്നെ ഫൈബർ, കാൽഷ്യം, അയൺ, പിന്നെന്തോ വിട്ടുപോയി, ഇതൊക്കെ ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ. എങ്കിൽ മാത്രമേ ഡൈജഷൻ ആവാനും ഒക്കെ ഈസി ആയിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതേ ഓരോ ഫ്രൂട്ട് പിക്കറും കൂടെ വെച്ചിട്ടുണ്ട്, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ റൈസിലേക്ക് നമ്മുടെ ഒരു മഷ്റൂം ഗ്രേവി ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് കാമൻ, ക്വയറ്റ് ആൻഡ് കൂളായിട്ടാണ് കുക്കിംഗ് ചെയ്തത്. ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ചെയ്തു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹറി ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കൂടെ തന്നെ വീഡിയോ ഷൂട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുക്കിങ്ങും എല്ലാം കൂടി ആയിട്ട് സ്റ്റാർട്ടിങ്ങിലൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ബേബി എണീറ്റപ്പോൾ. പക്ഷെ അവൾ അടുത്തിരുത്തി ചെയ്തപ്പോൾ പിന്നെ ഓക്കെ ആയി. അപ്പോൾ അതേ ഇനിയിപ്പോൾ ടിഫിൻ ആക്കണ പരിപാടിയാണ്. നമ്മുടെ ഹയാൻകുട്ടൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് ദോശയാണ് കഴിക്കുന്നത് രാവിലത്തേക്ക്. ഉച്ചക്കിലേക്കാണ് ഈ ഒരു ലഞ്ച് ബോക്സ് കേട്ടോ. അപ്പോൾ ഉച്ചക്കിലേക്ക് ഈ ഒരു ഫുഡ് നമുക്ക് എങ്ങനെയാണ് കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കാം. ഡയറ്റൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ കഴിക്കാമെന്നുള്ള രീതിക്കാണ്. ഒരു ചെറിയൊരു ബൗൾ അല്ലെങ്കിൽ ചെറിയൊരു കപ്പിലായിരിക്കണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് അതായത് റൈസ് എടുക്കേണ്ടത്. ബാക്കി മേജർ പാർട്ട് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെയുള്ള സംഭവങ്ങളാണ്. അതായത് ഉപ്പേരി ആണെങ്കിൽ ഉപ്പേരി അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഇച്ചു ബേബിക്ക് ഒരു ടിഫിൻ മസ്റ്റാണ്. ഏതെങ്കിലും ഒരു ടിഫിൻ അവൾക്ക് അതേപോലെ കൊടുക്കണം, എങ്കിൽ ആൾ ഓക്കെ ആവും. പിന്നെ ഹെയ്സൻ പിന്നെ പതിവ് പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.
പിന്നെ ദേ ചുച്ചുക്കുട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ അവരെയൊക്കെ വിട്ട് അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പൊന്നൊക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ പൈസ കൊടുത്തിട്ടാണ് എടുക്കണമെന്നുള്ളത്. അല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. പിന്നെ നമ്മുടെ ആങ്ങളുടെ കുട്ടിയുടെ 40ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനും എന്തെങ്കിലും ഒന്ന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നു. പിന്നെ കുറേ ദിവസമായിട്ട് അല്ലെങ്കിൽ കുറേ വർഷമായിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു മഹർ പോലെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും സെറ്റായി വരുന്നില്ല. എനിക്ക് കുറച്ച് യുണീക്കായിട്ട് ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ഒരു ചെയിൻ വേണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇതേ അങ്ങനെ പോയിട്ട് അപ്പോൾ ബേബിക്ക് എടുക്കാനായിട്ട് പോയ സമയത്ത് ശരിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗോൾഡും കൂടെ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. നോക്കിയ സമയത്ത് എനിക്ക് 1, 2, 3 ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പുതിയ കളക്ഷൻസൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ബേബിക്ക് എന്താ എടുത്തതെന്നുള്ളത് നമ്മൾ 40-ന് പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ബേബിക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ സംഭവങ്ങൾ കുറേ പൊടിയും പൊട്ടിയതും ഒക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ബാങ്കിലൊക്കെ ഉള്ളത് ഞാൻ കുറേശ്ശായിട്ട് ഇങ്ങനെ പൈസ കൊടുത്തൊക്കെ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വളയും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഒരു വലിയൊരു ചെയിൻ എടുക്കാമെന്നാണ് പ്ലാന്. അങ്ങനെ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയണം കേട്ടോ. ഞാൻ ഏതാണ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് പറയണേ. സാധാരണ എപ്പോഴും പോയാലും ഇങ്ങനെ നോക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അപ്പോഴാണ് അവർ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന സാധനം ഉരുക്കാണ്, വേണമെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, ഒരു മെഷീനിലിട്ട് ഉരുക്കാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനകത്തേക്ക് പോയപ്പോൾ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ കാണുന്നത്. ഈ മെഷീനിൽ ആ ഒരു സാധനം വെച്ചിട്ട് അതിനെ 1000 ഡിഗ്രിക്ക് അങ്ങനെ എന്തോ ചൂടാക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ചെറിയ സാധനം വന്നിട്ട് ഇവരിങ്ങനെ തീ കാണിച്ചിട്ട് അതിനെ ഒരു ഗോൾഡ് രൂപത്തിലേക്ക്, അതായത് ഉണ്ട പോലെ ഒരു ഭാഷ പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മൾ കൊടുത്ത സ്വർണ്ണമൊക്കെ ആ ഒരു തീയിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതിൽ എൻ്റെ കുറേ ചെറിയ കമ്മൽ, പിന്നെ പൊട്ടിയത്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെയാണ് കേട്ടോ. എനിക്ക് ആ വള ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദിവസം കയ്യിലൊക്കെ ഇട്ടതായിരുന്നു. പക്ഷെ പിന്നെ പൊട്ടി കോറാൻ തുടങ്ങി. പിന്നെ ചെറിയ പീസൊക്കെ മിസ്സാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ മാറ്റിയിട്ട് ഒരു ചെയിൻ എടുക്കാം എന്ന് വിചാരിച്ചു. കുറേ കാലമായിട്ടോ കഴുത്തിൽ അങ്ങനെ ഒരു ചെയിനൊന്നുമില്ല. പിന്നെ ഈ ചുച്ചുകുട്ടിക്ക് അതേപോലെ മുമ്പ് ഒരാളെ ഹെൽപ്പ് ചെയ്തതാണ്, ഒരു ഗോൾഡ് ചോദിച്ചപ്പോൾ കൊടുത്താണ്. പിന്നെ അത് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അവൾക്കും വളയിടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴും പറയും എനിക്ക് വള വാങ്ങിത്താന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇച്ചുലു ബേബീൻ്റെ വളകളും പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആയിട്ട് ഇപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ശരി, അതും മാറ്റി കൊടുക്കുക. കാരണം കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റൂലല്ലോ. ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴല്ലേ ഇടാൻ പറ്റുള്ളൂ. വലുതായി കഴിഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ അവർ അലോഡല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇച്ചിരി ബേബിക്ക് ഒരു വർഷം കൂടി ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളയും എടുക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോയത് കേട്ടോ. പിന്നെ ഇത് 1000 ഡിഗ്രി ആവുമ്പോൾ, 1000 ഡിഗ്രി ആണോ എന്താണെന്നുള്ളത് അറിയില്ല, ഇത് മൊത്തം ഒരു തീക്കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇങ്ങനെ ഉരുക്കി അതിൻ്റെ ഉള്ളിലേക്ക് പോയി. പിന്നെ അതിന് ശേഷം അവർ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ എന്തോ ഒരു പൊടി ഇട്ടു കേട്ടോ. ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ഫോമായിട്ടുള്ള സംഭവം കട്ടയാവും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ടല്ല, എന്തൊരു സാധനം ഇട്ടിട്ട് ആ ഒരു സാധനം എടുത്ത സമയത്ത് ഒരു കല്ലിൻ്റെ കഷ്ണമില്ലേ, ആ ഒരു രൂപം ഉണ്ടായിരുന്നത്. പിന്നെ ആ പൊടി ഇടുമ്പോൾ അതിന് ആ ഒരു ഗോൾഡിന് ആ ഒരു യെല്ലോ കളർ വരും എന്നും പറഞ്ഞു. എന്തെങ്കിലും ഇങ്ങനെ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ, ആ ചൂട് പോകാനും വേണ്ടിയിട്ട്. ചൂട് പോയി കഴിഞ്ഞ ഉടനെ ദേ ഈ ഒരു കളറായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അത് വീണ്ടും അവരിങ്ങനെ ഉരുക്കുന്നുണ്ട് കേട്ടോ. ഉരുക്കിയതിന് ശേഷം അതിലെന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ പാശകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ മൊത്തത്തിലൊരു സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ ആക്കിയെടുക്കുന്നത്. ഇത്രയും സ്വർണം കൊടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണമാണ് കിട്ടിയത്, കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കയ്യിലെടുത്ത് നോക്കിയിരുന്നില്ല, പിന്നെ നോക്കിയപ്പോഴാണ് സംഭവം നല്ല കനമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒക്കെ വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതായിരിക്കും, ഞാൻ എടുത്തത് ഏതായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് തൂക്കി നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ കുട്ടിയുടെ 40-ന് കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.